എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ശംഖുപുഷ്പപ്പൂവിൻ്റെ ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ വീട്ടിൽ ശംഖുപുഷ്പത്തിൻ്റെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിലുണ്ടായ പൂക്കളാണ് കേട്ടോ ഇത് പോരാ, ഞാൻ കുറച്ചുകൂടെ വലിച്ചിട്ട് വരട്ടെ. ശംഖുപുഷ്പത്തിൻ്റെ വെള്ള പൂവ് കണ്ടോ? നമുക്ക് നീലയല്ലേ വേണ്ടത്, അതുകൊണ്ട് ഞാൻ വെള്ള പൂവ് വലിച്ചിട്ടില്ല. ഈ പൂക്കൾ പിറ്റേ ദിവസത്തേക്ക് വാടിപ്പോകില്ലേ. അപ്പോൾ നമുക്ക് ഈ പൂക്കളെല്ലാം വലിച്ച് ടിഫൻ ബോക്സിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ. പൂക്കൾ ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും. ഇപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് ഇഷ്ടം പോലെ പറമ്പിലൊക്കെ ഉണ്ട്. ഞാനിതൊക്കെ ഒന്ന് വലിച്ചെടുക്കട്ടെ. പൂച്ച കരയുന്നത് കേട്ടോ. ഇവിടെ 3-4 പൂച്ചകളുണ്ട്. ഞാൻ പറമ്പിൽ പോകുമ്പോൾ അവരെല്ലാം എൻ്റെ പുറകെ വരും. ചന്ദ്രു എന്തടാ? ഞാൻ വെള്ളയും വലിക്കുന്നുണ്ട്. മതി. വെള്ളം ചൂടാകുമ്പോൾ ശംഖുപുഷ്പം ഇട്ട് കൊടുക്കണം. ഈ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം കുടിച്ചാൽ ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും നല്ലതാണ്. ഇതൊക്കെ പണ്ട് കാലം തൊട്ടേ നമ്മുടെ അപ്പൂപ്പൻ അമ്മൂമ്മമാർ കുടിച്ചിരുന്നു. രക്തശുദ്ധീകരണത്തിനും നല്ല ഉറക്കം കിട്ടാനൊക്കെ നല്ലതാണ്. തിളച്ച് വെള്ളത്തിലേക്ക് ഇട്ടാൽ അപ്പോൾ തന്നെ വെള്ളം നീല നിറമാകുന്നത് കണ്ടോ? കണ്ണിന് നല്ല കാഴ്ചശക്തി കിട്ടാൻ ഈ വെള്ളം കുടിച്ചാൽ മതി കേട്ടോ. ആയിട്ടോ, ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കട്ടെ. എന്തോ ഒരു പ്രത്യേക രുചി. ഞാൻ പാത്രത്തിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ശംഖുപുഷ്പത്തിൻ്റെ കളറല്ല കേട്ടോ, വേറൊരു ഇളം നീല കളറാണ്. അതിലേക്ക് കറ്റാർ വാഴയുടെ 1 സ്പൂണ് ജെല്ല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വിറ്റാമിൻ ഇ ഗുളിക അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്കിന്നിന് വളരെ നല്ലതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ക്രീമായിട്ടോ. ഈ ക്രീം തേച്ചാൽ നമ്മുടെ മുഖം നന്നായി വെളുക്കുകയും നല്ല സോഫ്റ്റായി മാറുകയും ചെയ്യും. മുഖത്തെ ചുളിവുകളൊക്കെ മാറി നല്ല തിളക്കമുള്ളതായി മാറും. കോൺഫ്ലവർ നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റാക്കി മാറ്റാൻ വളരെയധികം നല്ലതാണ്. അപ്പോൾ സംഭവം റെഡി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, ഫ്രഷായിരുന്നോളും. ശരി, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇത് കാട്ടിലെ കുരങ്ങാണ്, രാമു. ഞാൻ കൊടുത്ത മുന്തിരി അവൻ തിന്നുന്നത് കണ്ടോ? രാമു